ഓക്കെ, നമ്മുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ കൈമാറ്റത്തിൽ 94-ാമത്തെ ഖണ്ഡികയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ വിശ്വാസ ഗ്രഹണത്തിൽ വളർച്ച. 94-ാമത്തെ ഖണ്ഡിക പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ. കണ്ടോ, തുടങ്ങുന്നത് തന്നെ അതാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള അറിവിൽ വളർച്ചയുണ്ടാകുക സഭയുടെ ജീവിതത്തിൽ സാധ്യമാണ്. അപ്പോൾ ഇവിടെ 1, 2, 3, 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങൾ. കണ്ടോ, യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള അറിവിൽ വളർച്ചയുണ്ടാവുക സഭയുടെ ജീവിതത്തിൽ സാധ്യമാണ്. എങ്ങനെല്ലാം? 3 തരത്തിലാണത്. ഒന്ന്, ഇതൊരിക്കൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവയെപ്പറ്റി തങ്ങളുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കുന്ന വിശ്വാസികളുടെ വിചിന്തനം പഠനം വഴി, പ്രത്യേകിച്ച് ആവിഷ്കൃത സത്യത്തെ സംബന്ധിക്കുന്ന അറിവിനെ ആഴപ്പെടുത്തുന്ന ദൈവശാസ്ത്ര ഗവേഷണം വഴി. 2, ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് അനുഭവവേദ്യമാകുന്ന ആഴമായ അറിവ് വഴി. 3, മെത്രാൻ സ്ഥാനത്തിൽ പിന്തുടർച്ച അവകാശത്തോടൊപ്പം സത്യത്തിൻ്റെ വരം ലഭിച്ചവരുടെ പ്രഘോഷണം വഴി. ഓക്കെ, ഇനി ഇതിൽ ആദ്യത്തെ ആ പാരഗ്രാഫ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള അറിവിൽ വളർച്ചയുണ്ടാവുക സഭയുടെ ജീവിതത്തിൽ സാധ്യമാണ്. എന്നിട്ട് 66-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പോവുകയാണ്. 66-ാമത്തെ ഖണ്ഡിക, ക്രൈസ്തവ രക്ഷാപദ്ധതി നവീനവും അന്തിമവുമായ ഉടമ്പടിയാകയാൽ ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല. ക്രൈസ്തവ രക്ഷാപദ്ധതി, എല്ലാവരും ശ്രദ്ധിക്കണം, നവീനവും അന്തിമവും ആ ഉടമ്പടിയാകയാൽ ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷപ്പെടലിന് മുൻപായി നാം ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതാണ് വിശ്വാസത്തിൽ നമുക്കുണ്ടാകേണ്ട വലിയ ഒരു ഉൾക്കാഴ്ച. വെളിപാട് പരിസമാപ്തിയിലെത്തിയിരുന്നാലും അത് മുഴുവൻ പൂർണ്ണമായി ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. പ്രസ്തുത വെളിപാടിൻ്റെ പൂർണ്ണമായ സാരം ശതാബ്ദങ്ങളിലൂടെ ക്രമശഃ ഗ്രഹിക്കുക ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദൗത്യമാണ്. ഉദാഹരണമായി നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലർ വളരെ ആശ്ചര്യപൂർവവും വളരെ സന്തോഷപൂർവവുമാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൽ പറയാണ്, എൻ്റെ ബ്രദറെ, ഇത് ഇത്രയും നാളായിട്ടും ആരും പറഞ്ഞിട്ടില്ലല്ലോ, അഥവാ പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നമ്മൾ ഈശോയുടെ 33 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടേക്കണത്. ആ 33 വയസ്സിന് ശേഷമുള്ള കാര്യം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ യേശുക്രിസ്തു ഇനി വേറെ വെളിപാടില്ല. അപ്പം നമ്മൾ കേൾക്കാൻ സാഹചര്യങ്ങളില്ലാതായി പോയായിരിക്കാം. അപ്പോൾ ക്രൈസ്തവ രക്ഷാ പദ്ധതി
നവീനവും അന്തിമവുമായ ഉടമ്പടിയാകയാൽ ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല. ഉടമ്പടി പല ഉടമ്പടികളുമുണ്ട്. ആ ഉടമ്പടി ക്രമശ, അതായത് ക്രോണോളജിക്കലി വന്ന് യേശു ക്രിസ്തുവിൽ എല്ലാ ഉടമ്പടിയും പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷപ്പെടലിന് മുൻപായി വേറെ ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ പല പ്രവചനങ്ങളും വെളിപാടുകളും എല്ലാം പലരും പറയുമ്പോൾ അത് പ്രൈവറ്റ് റെവലേഷൻസാണ്. ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള വെളിപാടുകൾ യേശുക്രിസ്തുവിൽ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ഒരു അവബോധം നമുക്കുണ്ടാകണം. ആരെങ്കിലും ഇതാ ഇങ്ങനൊരു വെളിപാട് കിട്ടി, യേശുക്രിസ്തു ഇപ്പോൾ വരാൻ പോകുന്നു, യേശുക്രിസ്തു ഇപ്പോൾ വരും, അവിടെ അങ്ങനെ സന്ദേശം കിട്ടി, ഇവിടെ സന്ദേശം കിട്ടി, ഇതെല്ലാം പറയുമ്പോൾ വിശ്വാസികൾക്ക് അതിനകത്ത് യാതൊരു കഴമ്പും ഇല്ല എന്ന് മനസ്സിലാക്കണം. കാരണം യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ആർക്കും മനസ്സിലാകില്ല. അത് എനിക്ക് പോലും അറിയില്ല എപ്പോഴാണ് വരണമെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അത് പിതാവ് നിശ്ചയിക്കുന്ന സമയത്താണ് വരുന്നത്. എന്നാൽ ഒരു കാര്യം ഈശോ പറഞ്ഞിട്ടുണ്ട്. മത്തായി 24:14 ആ വചനമൊന്ന് എഴുതാം. മത്തായി 24:14 പറഞ്ഞിരിക്കുന്നത് എന്താ? എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യം സമാഗതമാകും. അപ്പോൾ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, ഈ സ്വർഗരാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും. ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. മത്തായി 24:36. 24:14 അതിനു മുമ്പ് പറയാണ്, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം. ദൈവരാജ്യം എന്താണെന്നും അതിൻ്റെ സുവിശേഷം എന്താണെന്നും ഇന്ന് നിലവിലുള്ള സഭയുടെ കത്തോലിക്കരായ നമ്മൾ പോലും ഇപ്പോൾ ഗ്രഹിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ആരെയും തെറ്റല്ല, അത് ഇതുവരെ ഗ്രഹിച്ചില്ല എന്ന് പറയണത്. അതൊരു എവല്യൂഷനാണ്. നമ്മളുടെ കയ്യിൽ ഈ ബൈബിള് തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് 50-60 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ബൈബിൾ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കയ്യിൽ വയ്ക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അൽമേനികളായ നമ്മൾക്ക് ബൈബിൾ കയ്യിൽ വയ്ക്കാനുള്ള അനുവാദം പോലും ഉണ്ടായിരുന്നില്ല, ലഭ്യമായിരുന്നില്ല. അതാരുടെയും കുറ്റമല്ല. 1550 ബൈബിൾ പ്രിൻ്റ് ചെയ്യപ്പെട്ടത് തന്നെ. 1550, അതായത് ഏതാണ്ട് 500 വർഷമായിട്ടുള്ളൂ. ആ 500 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇതാ വളരെ വലിയൊരു റെവല്യൂഷണറി ചേഞ്ചാണ്. എല്ലാവർക്കും ഈ ബൈബിള് ഒരു ചെറിയ ചിപ്പിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വരെ പൂർണ്ണമായിട്ട് ലഭ്യമാവുന്ന രീതിയിലായിരിക്കുന്നു. പക്ഷേ ഇനി അത് ഗ്രഹിക്കണം, അതിൻ്റെ അന്തരാർത്ഥം പഠിക്കണം, അത് മനസ്സിലാകണം. അത് ചിപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവണമാതിരി മനസ്സിലാവില്ല. അത് പഠന വിഷയമാക്കണം, അതിനുവേണ്ടി സമയം കൊടുക്കണം, അതിനുവേണ്ടി ജീവിതം മുഴുവനും കൊടുക്കണം, അതിനുവേണ്ടി രാപകൽ അധ്വാനിക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞ അവസ്ഥ വരുള്ളൂ. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, കേട്ടോ, ആ വാക്കുകൾ ശ്രദ്ധിക്കുക. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം. അപ്പോൾ പലരും സുവിശേഷമെന്ന് പറയുന്നത് സുവിശേഷമല്ല. ഇത് നമ്മൾ വളരെ എളിമയോടെ സ്വീകരിക്കണം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ ഈ പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷപ്പെടലിന് മുൻപിലായി ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതില്ല. വെളിപാട് പരിസമാപ്തിയിലെത്തിയിരുന്നാലും, അപ്പോൾ യേശുക്രിസ്തുവിലൂടെ എല്ലാ വെളിപാടുകളും പരിസമാപ്തിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയിരുന്നാലും അത് മുഴുവനും പൂർണ്ണമായി ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ആ വെളിപാടുകൾ പൂർണ്ണമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല. പ്രസ്തുത വെളിപാടിൻ്റെ പൂർണ്ണമായ സാരം ശതാബ്ദങ്ങളിലൂടെ ക്രമശഃ ഗ്രഹിക്കുക ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദൗത്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വളരെ വളരെ അതിനുവേണ്ടി സമയം കൊടുത്ത് വില കൊടുത്ത് ഇരുന്ന് പഠിക്കണം. അത് വളരെ ആവശ്യമാണ്. നമ്മളെല്ലാവരും കൂടുതൽ ഇതിൻ്റെ ആഴത്തിലേക്ക് വരാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടണം. അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടി പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തുള്ളിച്ചാടും. പരിശുദ്ധാത്മാവിന് ഭയങ്കര സന്തോഷവും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടതെല്ലാം കൊണ്ടുവന്ന് തരും. ആകസ്മികമായിട്ട് പെട്ടെന്ന് നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ പെട്ടെന്നൊരു വീഡിയോ നമ്മൾക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള സന്ദേശം അതിൽ കിട്ടുന്നതൊക്കെയായിട്ട് പലരും സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഇനി അടുത്തത് ഈ ഗ്രഹണത്തെക്കുറിച്ചുള്ള കാര്യമാണ്. വിശ്വാസഗ്രഹണത്തിൽ വളർച്ച. ശ്രദ്ധിക്കണം, നമ്മുടെ പോയിന്റ് വിശ്വാസഗ്രഹണത്തിലുള്ള വളർച്ച. അവയെപ്പറ്റി തങ്ങളുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കുന്ന വിശ്വാസികളുടെ വിചിന്തനവും പഠനവും വഴി. 57 എന്താണ് 57? DV8 എന്ന് പറഞ്ഞാൽ ഡൈവർബം. ഇതുപോലെ തന്നെ രണ്ടാം വത്തിക്കാൻ സുനഹദോസിലെ ഒരു പ്രധാനപ്പെട്ട പ്രമാണരേഖയാണ് ഡൈവർബം. ഡിവൈൻ വേർഡ്. അതോടൊപ്പം ലൂക്ക 2:19-51. ലൂക്ക 2:19-51 പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ 2-ാം അധ്യായത്തിൽ തന്നെ 2 പ്രാവശ്യം പറയുന്നുണ്ട്, അവൾ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഈ വിശ്വാസഗ്രഹണത്തിന് ഈ കാലഘട്ടത്തിലെ വളരെ വലിയൊരു വെല്ലുവിളിയാണ്. ഇതൊന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അല്പസമയം ശാന്തമായി ഇരിക്കുക. ഒരു സന്ദേശം നമ്മൾ കേട്ടാൽ, ഒരു പുതിയ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ, ഒരു വചനത്തെ നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് സ്പർശിച്ചാൽ നമ്മൾ ഉടനെ ധൃതി പിടിക്കരുത്. നമ്മളത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതാണ് നമ്മൾ നല്ല നിലമാകുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കാണും ലൂക്കാം. അപ്പോൾ മാതാവ് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇത് വിശ്വാസ സംഗ്രഹണത്തിൽ ആവശ്യമായ ഒന്നാണത്. അതിന് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിനെ നമ്മൾ ക്രമീകരിക്കണം. നമ്മൾ പെട്ടെന്ന് ഉടനെ കണ്ട ഉടനെ തന്നെ അതങ്ങ് ഫോർവേഡ് ചെയ്തു കഴിഞ്ഞ് ഞാൻ ഫോർവേഡ് ചെയ്യുന്ന അയച്ചുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അത് ആദ്യം നമ്മൾ തന്നെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. കിട്ടിയ ഉടനെ തന്നെ ഫോർവേഡ് ചെയ്യുന്നതിലല്ല. അല്ലെങ്കിൽ അത് പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലായില്ല, ഉടനെ തന്നെ ഒരു തിരിച്ചടി. അതെന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പറയണേ? ഇങ്ങനെ ഒന്നും ചെയ്യാതെ അത് ഹൃദയത്തിലൊന്ന് സംഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവെ ഇതിൻ്റെ എന്താ അർത്ഥം, ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ.
അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് സന്തോഷമായി. അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. എനിക്കിത് മനസ്സിലാവുന്നില്ലല്ലോ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ എളിമപ്പെടുകയാണ്. രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പേര് തന്നെ സഹായകൻ എന്നാണ്. ഞാൻ നിനക്ക് സഹായം തരാം. മറിച്ച് ഉടനെ തന്നെ നമ്മൾ ഇതെന്താ ഇങ്ങനെ പറഞ്ഞേക്കണേ, അങ്ങനെ പറയാൻ നിങ്ങളാരാ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറയണതിൻ്റെ അർത്ഥം എന്താണ്, എന്തിനാണ് ഈ വചനം എനിക്ക് ഇങ്ങനെ അയച്ചത്, അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലോ, ഇങ്ങനെ വ്യാഖ്യാനം ഉണ്ടല്ലോ, ആ വ്യാഖ്യാനമല്ലേ സ്വീകരിക്കാൻ, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വേദനിക്കുകയാണ്. മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ തേടുന്നില്ല. നമ്മൾ തന്നെ ഓൾറെഡി അതിനെ വിധിച്ചു കഴിഞ്ഞു. നമ്മൾ തന്നെ നമ്മളുടെ അറിവ് ഏതാണ്ട് ഫൈനലാണെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ അങ്ങ് റിയാക്ട് ചെയ്യണത്. എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനിത് പെട്ടെന്ന് അങ്ങ് തുറന്ന് പറഞ്ഞത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് സമയം നമ്മൾ ഒരു വചനം കേട്ടാൽ ഉടനെ ഒരു റിയാക്ഷനിലേക്ക് പോകാതെ അതൊന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണം. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഉടനെ പരിശുദ്ധാത്മാവ് സഹായത്തിലെത്തും. ഇതാണ് വളരെ പ്രാക്ടിക്കലാണ് ഞാൻ ഈ പറയണത്. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് കേട്ടോ എന്താ ചെയ്തിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഇനി പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ, പ്രബോധനങ്ങൾ, വിശ്വാസ സത്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഗ്രഹണം, വിശ്വാസ ഗ്രഹണത്തിൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞില്ലേ 234 2:3-4 ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള ഇത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് യോഹന്നാൻ്റെ 14-ാം അധ്യായത്തിലെ 5 ഭാഗിച്ചു. ഇത് ശരിക്കും പരിശുദ്ധാത്മാവ് എനിക്ക് അതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണിച്ചു തന്ന ഒരു ചിത്രമാണ്. 1 മുതൽ 6 വരെ ഈശോയെക്കുറിച്ച്, 7 മുതൽ 14 വരെ പിതാവിനെക്കുറിച്ച്, 15 മുതൽ 19 വരെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, 20 മുതൽ 24 വരെ ത്രിത്വത്തെക്കുറിച്ച്, 25 മുതൽ 31 വരെ ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുന്ന അവസ്ഥയെക്കുറിച്ച്. ഇത് ഇന്നത്തെ കാര്യമല്ല, 25 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷെ അങ്ങനെ അതിനെ ആ 14-ാം അധ്യായത്തിൽ ഈശോ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ തന്നെയാണ് അത് പറഞ്ഞേക്കണത്. എന്നാൽ അതിനിങ്ങനെ ഒരു നോട്ടം അതിനകത്തുണ്ടെന്നുള്ളത് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. ഇപ്പം നിങ്ങൾ എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങളെ ചിലവർ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾക്ക് ഇപ്പോൾ സൗകര്യമുണ്ടല്ലോ, വാട്സപ്പിൽ തോമസ് പോൾ ബ്രദറിന് എഴുതാം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എഴുതാം. പക്ഷെ അങ്ങനെ എഴുതുന്നതിന് മുൻപ് ഒരു നിമിഷം പരിശുദ്ധാത്മാവെ സഹായിക്കണേ. എന്നോട് എഴുതണ്ടെന്നല്ല പറയണത്, പരിശുദ്ധാത്മാവിനോട് ആദ്യം ചോദിക്കുക. അങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെ നമുക്കൊരു പരിചയമാവും. പരിശുദ്ധാത്മാവ് തോമസ് പോളിന് അല്ലെങ്കിൽ ഈ ബ്രദറിന് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വാട്സപ്പ് അയക്കണമാതിരി എൻ്റെ പരിശുദ്ധാത്മാവേ ഒരു വാട്സപ്പ് അയക്കി, പരിശുദ്ധാത്മാവേ ഇതിൻ്റെ അർത്ഥം എന്താ എന്ന് മനസ്സിലാക്കി തന്നേ. എന്നിട്ട് കുറച്ച് നേരം ശാന്തമായിട്ടിരിക്കണം. മനസ്സിലാക്കി തന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരിയാവില്ല. ശാന്തമായിട്ടിരിക്കണം. ചിലപ്പോൾ അന്നൊന്നും ഉത്തരം കിട്ടിയില്ലെന്ന് വരും, വിഷമിക്കണ്ട. ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങണ നേരത്താണ് പരിശുദ്ധാത്മാവ് അകത്ത് ആ വചനത്തെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഒരു 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 ഒരു
ഒരു മിന്നൽ പോലെ അതിൻ്റെ അകത്തുനിന്നൊരു ആശയം ഇങ്ങനെ തുടിച്ചു വരുന്നു. നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവും. അല്ലെങ്കിൽ രാവിലെ എണീക്കണ നേരത്ത് ആ ചിന്തിച്ച് കിടന്ന വചനത്തിൻ്റെ നമ്മൾ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചിന്തിച്ച് കിടന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചുകൊണ്ട് എണീക്കണ നേരത്ത് അതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് തന്നുകൊണ്ടാണ് എണീപ്പിക്കണത് നമ്മളെ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് രാത്രിയിലും എൻ്റെ അന്തരംഗങ്ങളിൽ ജ്ഞാനെന്നറിയും. പരിശുദ്ധാത്മാവ് രാത്രിയിലും പ്രവർത്തിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോഴും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അതനുസരിച്ചുള്ള പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ഞാൻ ഈ വചനങ്ങളുടെ എല്ലാ അർത്ഥം ഇന്ന് എൻ്റെ ഉറക്ക സമയത്ത് എന്നോട് പറഞ്ഞു തന്നേക്കണേ. അതാ ഞാൻ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ അകത്ത് പെട്ടെന്ന് അത് വരും. അപ്പോൾ ഇതെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവയെപ്പറ്റി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തങ്ങളുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കുന്ന വിശ്വാസികളുടെ വിചിന്തനവും പഠനവും വഴി മാതാവിനെയാണ് അവിടെ മോഡലായിട്ട് പറഞ്ഞേക്കുന്നത്. മാതാവ് തന്നെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ധ്യാനിക്കുമായിരുന്നു. ആ സെൻറ്റൻസിൽ പ്രത്യേകിച്ച് ആവിഷ്കൃത സത്യത്തെ സംബന്ധിക്കുന്ന അറിവിനെ ആഴപ്പെടുത്തുന്ന ദൈവശാസ്ത്ര ഗവേഷണം വഴി. അപ്പം ഈ ആവിഷ്കൃത സത്യത്തെ, അതായത് ആവിഷ്കൃതം, റിവീൽഡ്, ഓൾറെഡി റിവീൽഡ്, പരിശുദ്ധാത്മാവിലൂടെ ഈശോ വെളിപ്പെടുത്തി തന്നിട്ടുള്ളതും അല്ലെങ്കിൽ ഈശോ പറഞ്ഞത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുമായ വിശ്വാസ സത്യങ്ങളെ സംബന്ധിക്കുന്ന അറിവിനെ ആഴപ്പെടുത്തുന്ന ദൈവശാസ്ത്ര ഗവേഷണം വഴി. അതാണ് നമ്മൾ കഥേനാവറയായിൽ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ അവർ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞരിലൊരാളായ അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ തോമസ് അക്വീനാസ്, അതുപോലെ സഭയിൽ ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച് വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്, വിശുദ്ധ അമ്മ ത്രേസ്യ, അങ്ങനെ ദൈവശാസ്ത്രജ്ഞന്മാർ അവർക്ക് പ്രത്യേകം പരിശുദ്ധാത്മാവ് അതിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഓരോ കാലഘട്ടത്തിനും ആവശ്യമായിട്ടുള്ള ഒരേ സത്യത്തിനെക്കുറിച്ച് തന്നെയുള്ള ആഴമായ അറിവ് നൽകിയിരിക്കുകയാണ്. അത് നമ്മൾ പഠിക്കണം. അതെല്ലാം ഇപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഇതെങ്ങും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇതുണ്ടോ, ഇപ്പം ഇവിടെ ഇതിൽ താഴെ പറയുന്നുണ്ട് വിശുദ്ധ ഗ്രിഗറി, അടുത്ത ഇതിൽ പറയുന്നുണ്ട് വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ്. കണ്ടോ, വിശുദ്ധ ഗ്രിഗറിയുടെ ഒരു പ്രബോധനത്തെ കോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസിൽ ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് അനുഭവവേദ്യമാകുന്ന ആഴമായ അറിവ് വഴി. അപ്പോൾ ഒന്ന് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണം വഴി. എന്നാൽ ഒരു ദൈവശാസ്ത്രവും പഠിക്കാത്ത ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സഹോദരി, അപ്പോൾ വിശുദ്ധ കുർബാന മുഴുവനും ഈശോയുടെ പീഡാസകനം, മരണം, മഹത്വീകരണത്തിൻ്റെ ഇതാണ്. ആ മഹത്വീകരിക്കപ്പെട്ട ആത്മാവും മഹത്വീകരിക്കപ്പെട്ട ശരീരവുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണക്കാരിയായ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഈ തിയോളജിയോ ഇതൊന്നും പഠിക്കാത്ത അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ അങ്ങ് പൊങ്ങിപ്പോണു. ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകളിലുള്ളതാണ് ഇതൊക്കെ. അപ്പം അത് നമ്മളോട് പറയുമ്പോഴാണ് മനസ്സിലാവണം, ഓ ഇതാണല്ലേ ആ സൂക്ഷ്മം, ദീപ്തം, അക്ഷയം, ലഘുത്വം. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അമ്മാമ്മമാർക്കെല്ലാം അറിയാം.
ഒരമ്മമ്മ വികാരിയച്ഛൻ പറഞ്ഞു നാളെ മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. എന്തിനാണ് തലേ ദിവസം ഇത് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിറ്റേ ദിവസം കുർബാനയ്ക്ക് നല്ല വെയിലുള്ള ദിവസമാണ്, വൈകുന്നേരമാണ്. ഈ അമ്മാമ്മ ഒരു കാലം കൊടയൊക്കെ ആയിട്ട് കുത്തി വരികയാണ്. പിള്ളേരൊക്കെ കളിയാക്കി, ഇതെന്ത് പറ്റിയ അമ്മാമ്മയ്ക്ക്? അമ്മാമ്മ ഈ കൊടയൊക്കെ ആയിട്ട് വരുന്നത് എന്താണ് ഇപ്പോൾ? അടാ, അച്ഛൻ പറഞ്ഞില്ലേ മോനെ ഇന്നലെ കുർബാനയിൽ ഇന്ന് കുർബാനയ്ക്ക് മഴ പെയ്യാൻ പ്രാർത്ഥിക്കാൻ പോകാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. വേറെ ആരും കൊണ്ടുവന്നില്ല കൊട. എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? വേറെ ആരും വിശ്വസിച്ചില്ല. കുർബാനയിൽ അച്ഛൻ മഴ പെയ്യാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, മഴ പെയ്യുമെന്ന് വിശ്വസിച്ചില്ല. ഈ അമ്മാമ്മ മാത്രമേ കുട കൊണ്ടുവന്നുള്ളൂ. കണ്ടോ? ഒരുപക്ഷെ ഈ അമ്മാമ്മ ഒരാളുടെ വിശ്വാസം കൊണ്ടായിരിക്കാം അന്ന് മഴ പെയ്തത്. കുർബാന കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. ഭയങ്കര മഴ. അമ്മാമ്മ ആ കൊടയും ചൂടി അങ്ങ് പോയി. ബാക്കി എല്ലാവരും അവിടെ നോക്കിയിരുന്നു. അതാണ് വിശ്വാസികളുടെ ഒരു കാര്യം. ഈ അമ്മാമ്മയ്ക്ക് ഒരു തിയോളജി അറിഞ്ഞൂടാ, ഒരു ദൈവശാസ്ത്രം അറിഞ്ഞൂടാ. ഒന്നേ അറിയുള്ളൂ, അച്ഛൻ പറഞ്ഞു നാളെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കുർബാനയിൽ മഴ പെയ്യാൻ. ആ മഴ പെയ്യും, മഴ പെയ്യും. അതാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള കാര്യമാണ് സഭയിലുള്ളത്. ഒന്ന് ദൈവശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസം, രണ്ട് ഈ സാധാരണ മനുഷ്യരുടെ, നമ്മുടെ ഇപ്പോൾ കർദിനാളായ ഫാദർ അല്ലെങ്കിൽ ഇപ്പോൾ കർദിനാൾ റെനേറോ കാന്തലമേശ പിതാവ് പറയാറുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഭയിൽ രണ്ട് തരത്തിലുള്ള അഭിഷേകമാണ്. ഒന്ന് ഹൈറാർക്കിക്കലായിട്ട് സഭയിൽ മാർപ്പാപ്പയിലൂടെ, മെത്രാനിലൂടെ, വൈദികനിലൂടെ വരുന്ന അഭിഷേകം. മറ്റൊന്ന് സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന വിശ്വാസത്തിൻ്റെ അഭിഷേകം. കാർദിനാൾ റെനേറോ കാന്തലമേശ, കുറച്ച് ദിവസം കൊടുക്കും അതൊന്ന് നാവിന് ഒടിഞ്ഞു കിട്ടാൻ. കാർഡിനാൾ റെനേറോ കാന്തലമേശ പറയുന്നത് ഈ വിശ്വാസികളുടെ, സാധാരണക്കാരുടെ ഹൃദയത്തിൽ കിടക്കുന്ന ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഖനിയാണത്, ഒരു യുറേനിയം ഖനി പോലെയാണ്. അത് കുഴിച്ചെടുക്കണം, ആഴത്തിൽ പോയി കുഴിച്ചെടുത്ത് റിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാക്കാം. അത്രയ്ക്ക് ശക്തമാണ്. അപ്പം ഇത് നമ്മുടെ നാട്ടുപുറത്തുള്ള കാര്യങ്ങളാണ്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീടുകളിലും ഒക്കെ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതാണ് വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് തന്നെ പറയുന്നത്. ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് അനുഭവേദ്യമാകുന്ന ആഴമായ അറിവ് വഴി തിരുവചസ്സുകൾ അവ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. കണ്ടോ? വിശുദ്ധ വചനങ്ങൾ നമ്മൾ വായിക്കുന്നതിനോടൊപ്പം വളരുന്നു. 60 അതാണ് വിശുദ്ധ ഗ്രിഗറിയുടെ. അതിനു മുമ്പ് 59 ഡൈവർബത്തിലുള്ള പ്രബോധനമാണ്. ഡൈവർബം DV. സെയിൻറ്റ് ഗ്രിഗറി പറയുന്നത് തിരുവചസ്സുകൾ അവ വായിക്കുന്നതിനോടൊപ്പം വളരുന്നു. ഇനി അടുത്തത് മെത്രാൻ സ്ഥാനത്തിൽ പിന്തുടർച്ചാവകാശത്തോടൊപ്പം സത്യത്തിൻ്റെ വരം ലഭിച്ചവരുടെ പ്രഘോഷണം വഴി. അപ്പോൾ സഭയിലെ മെത്രാന്മാർക്ക് മെത്രാഭിഷേകം ലഭിച്ചു കഴിയുമ്പോൾ ആ സഭയുടെ പിന്തുടർച്ചാവകാശം, പ്രബോധനത്തിൻ്റെ പിന്തുടർച്ചാവകാശം അവരിൽ വരുന്നു. അവർ മെത്രാനായിരിക്കുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തിന് പരിചയമുണ്ട്, നമ്മൾ ഇന്ന അച്ഛനെന്ന് പറയും. പക്ഷെ മെത്രാനായി കഴിയുമ്പോൾ പിന്നെ ആളുടെ നട്ടും മട്ടുമൊക്കെ മാറി. പിന്നെ അതിന് മുമ്പ് വർത്താനം പറഞ്ഞ മാതിരിയൊന്നും അല്ല ആൾ വർത്താനം പറയണത് തന്നെ. അത് വേറൊന്നുമല്ല, ആത്മീയമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ സംസാര ശൈലിയും അവരുടെ പ്രബോധന ശൈലിയിലും പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുകൾ കൂടുതൽ പ്രവർത്തിക്കും. അത് പരിശുദ്ധാത്മാവ് നൽകിയ ആ മെത്രാഭിഷേകത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു.